അപ്പോൾ നമ്മുടെ ആദ്യത്തെ കഥയുടെ ബാക്കിയാണ് കേട്ടോ. ഹോങ്കോങ്ങിലെത്തിയ Insta360 അവർ 2 ദിവസം അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് അവർ മെയിൽ അയച്ചായിരുന്നു, ഇത് നന്നാക്കി തരാം അല്ലെങ്കിൽ പുതിയത് തരാമെന്ന്. പക്ഷേ 100% ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം, ഒരിക്കലും പുതിയത് കിട്ടാൻ പോകുന്നില്ല എന്ന് തന്നെയാണ്. പക്ഷേ സാധനം ഇന്നലെ കയ്യിലോട്ട് കിട്ടിയപ്പോൾ 2 പെട്ടി ഗൈസ്. ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ ഇതെന്താ 2 പെട്ടി. ഐ എം വെരി എക്സൈറ്റഡ് ബിക്കോസ് ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവം പുതിയ ഗിംബൽ അവർ നമുക്ക് അയച്ചു തന്നു. ആദ്യം ഞാൻ ഗിംബൽ വാങ്ങിച്ചേക്കഴിഞ്ഞ് കൂടുതൽ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു സന്തോഷം എനിക്ക് കിട്ടി. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു സപ്പോർട്ട് വളരെ വലുതാണ്. അതുപോലെ തന്നെ ഫെഡെക്സ് എന്ന് പറയുന്ന കൊറിയർ സർവീസ്, അവർ തന്ന സപ്പോർട്ടും ഭയങ്കര വലുതാണ് കേട്ടോ. അത് നമ്മളൊരു ഇൻ്റർനാഷണൽ കൊറിയർ അയക്കുമ്പോൾ നമ്മൾ ഫെഡെക്സ് വഴിയായിട്ടൊക്കെയാണ് അയക്കുന്നതെങ്കിൽ കൂടുതലായിട്ടും അവർ നമ്മളെ കെയർ ചെയ്യുന്ന ആ ഒരു ഇത് എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ഇൻ്റർനാഷണൽ ഒരു കൊറിയർ അയക്കുകയാണ്, കാരണം ഇത്രയും വിലയുള്ളൊരു സാധനം അങ്ങോട്ട് അയക്കുമ്പോൾ അത് ഉറപ്പായിട്ടും പലയിടത്തും മിസ്സായി പോകും. കാരണം കസ്റ്റംസിൻ്റെ ചെക്കിംഗ് ഉണ്ട്, അങ്ങനെ പല ചെക്കിങ്ങുകളിലാണ് ഈ സാധനം നമ്മളുടെ ഇൻ്റർനാഷണൽ കൊറിയർ ആയതുകൊണ്ടൊക്കെ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഒക്കെ സാധനം മിസ്സായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മിസ്സായി പോകാൻ ചിലർക്കത് എടുത്ത് മാറ്റി വയ്ക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ സാധനം എല്ലാം തന്നെ നല്ല രീതിക്ക് ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ നല്ല രീതിക്ക് അവരുടെ ആ ഒരു കസ്റ്റമർ സപ്പോർട്ട് വഴിയായിട്ട് നമുക്ക് ഇപ്പോൾ സാധനം എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്ത സിറ്റുവേഷൻസിൽ അവർ നമുക്ക് വിളിച്ച് പറയാനും മെയിൽ അയക്കാനും ഒക്കെ ഒരു മനസ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. പിന്നെ അതുപോലെ തന്നെ Insta360യുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ ശരിക്കും ഈ സാധനം പുതിയത് എനിക്ക് അയച്ചു തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 1 രൂപ പോലും ചിലവായില്ല. അതായത് കൊറിയർ സർവീസിൻ്റെ ചാർജ് വരെ ആ ഒരു Insta360 എന്ന് പറയുന്ന കമ്പനിയാണ് എടുത്തത്. ആ ഒരു കെയറിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് അത് ഒരിക്കലും ഞാൻ മറക്കില്ല. കാരണം മറക്കാൻ പറ്റില്ല. മറക്കാൻ ഒരിക്കലും പറ്റത്തില്ലാത്ത ഒരു കഥ കൂടി ഞാൻ പറയും. അത് പാർട്ട് 3 ആണ്. അത് ഞാൻ അടുത്ത ദിവസം പറയാം. വർഷങ്ങൾക്ക് മുന്നേ നടന്നത്. ഇപ്പോഴും ഞാനത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊറിയർ അയക്കാനായിട്ട്. ഇതുവരെ അത് ആർക്ക് അയക്കണം എന്നറിയത്തില്ല. അവനൊക്കെ ഇപ്പോൾ ജീവനോടെ ഉണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. ആ കഥ കൂടി ഞാൻ ഉടനെ പറയുന്നതായിരിക്കും.